ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓർ യൂട്യൂബ് ചാനൽ ആരൂസ് ആൻഡ് ഫാമിലി. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്താണ് കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കരുത്. നമുക്കപ്പോൾ ഈ കാണുന്ന അതിമനോഹരമായ കാഴ്ചയുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടുത്തെ ചേട്ടനായ അനിൽ ചേട്ടനോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നീലക്കുറിഞ്ഞുകൊണ്ട് പ്രശസ്തമാണ് ഇടുക്കി ജില്ലയെങ്കിൽ, വള്ളംകളി കൊണ്ട് പ്രശസ്തമാണ് ആലപ്പുഴ ജില്ലയെങ്കിൽ, ആമ്പൽ വസന്തം കൊണ്ട് അതിപ്രശസ്തമാണ് കോട്ടയം ജില്ല. അക്ഷര നഗരിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ കിഴക്ക് മാറി കൊല്ലാടുന്ന പ്രശാന്ത സുന്ദരമായ ഗ്രാമം. വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ കൊണ്ട് വിശുദ്ധിയുടെ വിളനിലമായ, പരിശുദ്ധിയുടെ പരിഭാവനമായ പ്രദേശമാണ് കൊല്ലാട്. അതുപോലെ തന്നെ നിരാലംബർക്കാർ ആലംബഹീനർക്കും പ്രജ്ഞയും പ്രതീക്ഷയും മറ്റ മനസ്സുകൾക്ക് കാരുണ്യത്തിൻ്റെ കൈവല്യം പകർന്ന് സ്നേഹത്തിൻ്റെ നറുപാൽ നുകർന്ന സ്നേഹക്കൂടുന്ന അഭയകേന്ദ്രത്തിൽ നിന്നും ഏകദേശം 100 മീറ്റർ താഴെയായിട്ടാണ് കൊല്ലാട് കിഴക്കുപുറമെന്ന 200 ഏക്കർ വരുന്ന പാടശേഖരത്താണ് ഈ ആമ്പൽ അതിമനോഹരമായ രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നത്. അത് അന്തിച്ചൂപ്പൻ്റെ ആർദ്രത പ്രകൃതി കരിഞ്ഞു നൽകിയ വരദാനമാണ് കൊല്ലാടിനെന്ന് തോന്നും നമുക്ക്. ഈ ആമ്പൽ വസന്തം രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയങ്ങളിൽ ഈ ആമ്പൽ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു സുന്ദരിയെപ്പോലെ കൊല്ലാട് കിഴക്കുപുറം പാടശേഖരം കാണുവാൻ ഏവരെയും കൊല്ലാട് കിഴക്കുപുറം പാടശേഖരത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ക്ഷണിക്കുക കൂടിയാണ്. എൻ്റെ പേര് അപകടരഹിത വഞ്ചിസവാരിയുടെ ഏകസാരഥി അനിൽ. എന്നെ വിളിക്കേണ്ട നമ്പർ 9847595943. നയനമനോഹരമായ ഈ കാഴ്ച നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കൊല്ലാടുള്ള ഗ്രാമപ്രദേശത്താണ് കേട്ടോ. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. രാവിലെ 7 മണിയോടെയാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത്. രാവിലെ എത്തുവാണെങ്കിൽ തന്നെയാണ് ഇതിൻ്റെ സൗന്ദര്യം നമുക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. 9 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ പൂവ് ചെറുതായിട്ട് കൂമ്പാൻ തുടങ്ങും. അതിനു മുന്നേ തന്നെ നമ്മളിവിടെ എത്തിച്ചേരേണ്ടതാണ്. 9 മണി വരെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ആസ്വദിക്കാവുന്നതാണ്. നമ്മൾ രാവിലെ 7 മണിക്കാണ് കേട്ടോ എത്തിയത്. രാവിലത്തെ ഈ ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത അത്രയും ഭംഗിയുള്ളൊരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകാരും അതുപോലെ പേഴ്സണലായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ആ ചേട്ടനാണ് കേട്ടോ ഇതിനെല്ലാം സഹായിച്ചൊക്കെ കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിനി ഒരു വഞ്ചി യാത്രയാണ് നടത്തേണ്ടത്. ഭംഗിയുള്ളൊരു വഞ്ചി യാത്ര. നമുക്കിതിനകത്തൂടെ നമുക്ക് വഞ്ചിയിലൊന്ന് പോയി നോക്കാം. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ വഞ്ചിയിൽ കയറിയിരിക്കുവാണ്. നമ്മുടെ അനിലേട്ടൻ്റെ ഫോട്ടോഷൂട്ടിനുള്ള തിരക്കിലാണ് കേട്ടോ. ഒരുപാട് ആളുകളാണ് കേട്ടോ ഇവിടെ ഫോട്ടോഷൂട്ടിനായിട്ട് വരുന്നിരിക്കുന്നത്. അവിടെ ഇനി ഒരുപാട് പേര് ഇത് കഴിഞ്ഞിട്ട് എടുക്കാനുള്ളവരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിത് കുറേ പൂവ് ആ ചേട്ടൻ നമുക്ക് പറിച്ചു തന്നു കേട്ടോ. അങ്ങനെ ആ പൂവൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് അനുഭവിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ പൂക്കൾക്കിടയിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരമാണ് കേട്ടോ.
ആഗസ്റ്റ് മാസങ്ങളിലാണ് കേട്ടോ ഈ ആമ്പൽ വസന്തം നമ്മളെ തേടിയെത്തുന്നത്. നോക്കത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന ഈ ആമ്പൽ വസന്തം ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിലാണ് കേട്ടോ വ്യാപിച്ച് കിടക്കുന്നത്. ഇവിടെ ഒരുപാട് സഞ്ചാരികൾ ഇപ്പൊ എത്തുന്നുണ്ട്. മലരിക്കല് പോലെ തന്നെ ഇതും വളരെ പ്രശസ്തമായ ഒരു ആമ്പൽ വസന്തത്തിന്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫോട്ടോഷൂട്ടുകളൊക്കെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മളെന്തേ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണ് കേട്ടോ. ആരൂന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ആ ചേട്ടന്മാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. വള്ളത്തിലൊക്കെ കയറി ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മളെടുത്തു. അവള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അനിലേട്ടന്റെ നമ്പരൊക്കെ താഴത്ത് കൊടുത്തേക്കാം. ആർക്കെങ്കിലും വരണോന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചിട്ട് ചെല്ലണം കേട്ടോ. നല്ല രീതിയിലുള്ള സഹകരണമാണ് കേട്ടോ ഇവിടുത്തെ ആളുകളൊക്കെ. ഒരുപാട് പേരൊക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കരുത്. അപ്പം ഇതിലും മനോഹരമായ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.